നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, The evolution of computers started from the 16th century, resulting in today's modern machines. Okay, നമുക്ക് 5 generations of computers ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെ 5 ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും ഓരോ ജനറേഷൻസും ആ ഡിഫറെൻറ്റ് ഇൻ നാച്ചർ. ഓക്കെ, അതായത് പല കാരണങ്ങളാൽ അവ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ദ വേ കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റ്, ചീപ്പ്, മോർ പവർഫുൾ, മോർ എഫിഷ്യൻറ്റ്, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു ഓരോ ജനറേഷൻസും. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻസ് 1940 to 1956 ആയിരുന്നു. ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്, അതായത് നമ്മളിന്ന് കാണുന്നതും ഇനി വരാനിരിക്കുന്നതുമായ കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്ന ഒരു ജനറേഷനാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, നിങ്ങളിതിൻ്റെ ഇയർ വളരെ നോട്ട് ചെയ്യേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, 1940 to 1956. വാക്യൂം ട്യൂബുകളാൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇതിൻ്റെ അകത്ത് മെമ്മറിയായി യൂസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആണ്. ഈ മെഷീൻ ലാംഗ്വേജിലായിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ്. അതായത് ഹ്യൂമൻസിനൊന്നും വായിച്ചാലും മനസ്സിലാവില്ല, ഹ്യൂമൻസിനൊന്നും അതിൻ്റെ അകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല, എല്ലാം മെഷീന് മാത്രം മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിരുന്നു. ഇൻപുട്ട് വാസ് ബേസ്ഡ് ഓൺ പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്പ് ആൻഡ് ഔട്ട്പുട്ട് വാസ് ഡിസ്പ്ലേഡ് ഓൺ പ്രിൻ്റ് ഔട്ട്സ്. ഈ കാലഘട്ടത്തിലുള്ള പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് യൂണിവാക്കും എനിയാക്കുമായിരുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവാക്കിൻ്റെത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാണ്. എനിയാക്കിൻ്റെത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വാക്യൂം ട്യൂബ് എന്ന് നോക്കാം. വാക്യൂം ട്യൂബ് ഈസ് എ ഡിവൈസ് കൺട്രോളിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ വാക്യൂം ഇൻ എ സീൽഡ് കണ്ടെയ്നർ. നിങ്ങൾക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്ഡായ ഒരു കണ്ടെയ്നർ കാണാം. അത് ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിലാൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ENIAC കമ്പ്യൂട്ടറാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ തന്നെ കാണാം ഒരു റൂം ഫുള്ളായിട്ട് ഇതിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണം. ഇറ്റ് വാസ് ടു ബൾക്കി ഇൻ നേച്ചർ. ഓക്കെ, ജെ പ്രെസ്പർ എക്കേർട്ടും ജോൺ വി മേഷ്ലിയും ആയിരുന്നു ഇത് ബിൽഡ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു ബൾക്കി ഇൻ സൈസ്, റിക്വയർഡ് ലാർജ് റൂം ഫോർ ഇൻസ്റ്റലേഷൻ, യൂസ് ടു എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇത് വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എയർ കണ്ടീഷൻ വേണമായിരുന്നു. എയർ കണ്ടീഷൻ്റെ അഭാവത്തിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ വർക്കിങ്ങിന് അത് നന്നായി ബാധിച്ചിരുന്നു. കമ്പ്യൂട്ടേഴ്സ് വളരെ സ്ലോ ഡൗണിലേക്ക് പോവുകയും അത് ഓഫായി പോവുകയും അത് വർക്ക് ചെയ്യാണ്ടാവുകയും ചെയ്തിരുന്നു. ENIAC ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതും വിത്ത് മെമ്മറി ടു ഹോൾഡ് ബോത്ത് സ്റ്റോർഡ് പ്രോഗ്രാം ആസ് വെൽ ആസ് ഡാറ്റ ആയിരുന്നു. ഓക്കെ, മേഷ്ലി പിന്നീടാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറായ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർക്കിടെക്ചറാണ്. അതിനു മുമ്പ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സയൻസിനെ പറ്റി പഠിക്കാം. The architecture was introduced by the famous mathematician and computer scientist John V. Newman. Okay, he conceived a computer architecture which forms the core of nearly every computer system in use today. This architecture, known as von Neumann architecture, consisted of CPU, ALU, CU. Okay, നമുക്ക് ആർക്കിടെക്ചർ പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് പറയാം. നമ്മളിന്ന് കാണുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറാണ്. ഓക്കെ, നിങ്ങൾ എവിടെ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും പറയും നമ്മളിന്ന് കാണുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആർക്കിടെക്ചറിന് കൊടുത്തത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അത് ഈ ഫിഗർ കണ്ടോ നിങ്ങൾ? ഈ ഫിഗറിൽ 3 പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇൻപുട്ട് യൂണിറ്റ് ആണ്. സെക്കൻഡ് പാർട്ട് നമുക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെന്ന് പറയാം. തേർഡ് പാർട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഈ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളിത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഗിവ് ഇൻഫർമേഷൻ ടു കമ്പ്യൂട്ടർ. ഓക്കെ, യൂസർ കമ്പ്യൂട്ടേഴ്സിന് ഇൻപുട്ട് കൊടുക്കുന്ന യൂണിറ്റ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടേഴ്സിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യണം. ഓക്കെ, ആ വീഡിയോ പ്ലേ ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല പ്ലേ ചെയ്യുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ മൗസ് വെച്ചിട്ട് നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യും, അന്നേരം അത് പ്ലേ ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് പറയാം. ഔട്ട്പുട്ടിൻ്റെ ഈ ഒരു നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ആ പ്ലേ ചെയ്യുന്ന നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആ റിസൾട്ട് കാണുന്നത് എങ്ങനെയാണ്?
മൗണ്ടറിലൂടെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് യൂസ് ടു ഗീവ് റിസൾട്ട് ടു ദ യൂസർ. ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റിൽ നമുക്ക് മോണിറ്റർ വരാം, പ്രിൻ്റർ വരാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ യൂണിറ്റ് കോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പ്രോസസ്സ് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ പ്രോസസ്സ് നടക്കണം, എന്തൊക്കെ പ്രോസസ്സ് നടക്കണ്ട. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ഇൻസ്ട്രക്ഷനും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ബസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ബസ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ഒരു പാത്താണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെ ബസ്സിലൂടെ പോകണം, ഏതൊക്കെ ബസ്സിലൂടെ പോകണ്ട, അങ്ങനെ പോകണ്ടിയോ, അങ്ങനെ എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഇനി അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ, അരിത്തമെറ്റിക്കും ലോജിക്കലുമായ എക്സിക്യൂഷൻസ് നടക്കുന്ന സ്ഥലമാണ് അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്. അതായത് നമ്മൾ 2+3 എന്ന് കൊടുത്തു, അത് പെർഫോം ചെയ്തിരിക്കുന്നത് ALUവിലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മെമ്മറി യൂണിറ്റ് കാണുന്നുണ്ട്. ഈ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോസസ് ഡാറ്റ നീഡ്സ് ഫോർ എക്സിക്യൂഷന് വേണ്ട ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി യൂണിറ്റിലാണ്. അതായത് ഇപ്പോൾ ALUവിൽ നിങ്ങൾക്ക് താഴോട്ടൊരു ആരോ കാണാം, മുകളിലോട്ടും കാണാം. അപ്പോൾ അതായത് ഇപ്പോൾ 2, 3 AD ആണ്. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്താൽ 2ഉം 3ഉം മെമ്മറിയിലേക്കും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, 2+3 അഡിഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അഡിഷൻ പെർഫോം ചെയ്യുന്ന എവിടെ പോകണം? ALU പോകണം. അപ്പോൾ ALUവിൽ പെർഫോം ചെയ്യുന്നു, 2ഉം 3ഉം പെർഫോം ചെയ്ത് എന്ത് ചെയ്യും? 5 കിട്ടുന്നു. 5 കിട്ടിയിട്ട് അത് വീണ്ടും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വരുന്നു. അതുകൊണ്ടാണ് അവിടെ 2 ആരോ ഒക്കെ കാണുന്നത്. ഓക്കെ, അതായത് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിൽ നിന്ന് മെമ്മറി യൂണിറ്റിലേക്കും ഡാറ്റ വരുന്നുണ്ട്, മെമ്മറി യൂണിറ്റിൽ നിന്ന് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്ന ഒരു ആർക്കിടെക്ചറാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇതെന്ന് പറയുന്ന ടോമി ഫ്ലവർ ജർമ്മൻ മെസ്സേജസിന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു സീക്രട്ട് കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു കൊളോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. ഈ വാക്വം ട്യൂബ്സിനെ മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് വന്ന ഒരു ജനറേഷൻ ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ. ഇറ്റ് വാസ് 1956 to 1963. വാക്വം ട്യൂബ്സ് were replaced by transistors. ഓക്കെ, ഈ വാക്വം ട്യൂബ്സ് മാറിയതോടെ എന്ത് ചെയ്യും? പല മാറ്റങ്ങളും നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് വന്നു. അത് ട്രാൻസിസ്റ്റർ വന്നതോടെ എന്ത് ചെയ്തു? ബിക്കം സ്മോളർ, മോർ പവർഫുൾ, ഫാസ്റ്റർ, ഓൾസോ ബിക്കം ലെസ് expensive, required less electricity and emitted less heat. Manufacturing cost was also less. അതായത് ട്രാൻസിസ്റ്റർ വന്നതോടെ പല മാറ്റങ്ങളുണ്ടായി. സ്പീഡ് കൂടി, ഫാസ്റ്റായി, എക്സ്പെൻസീവ് കുറഞ്ഞു, അങ്ങനെ പല മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പിക്ചർ കാണാം. നിങ്ങൾക്ക് ചില ഇലക്ട്രോണിക് കോമ്പണൻ്റ് തുറന്നു നോക്കിയാൽ ഈ ട്രാൻസിസ്റ്റർ കാണാം. ഇത് ഈ ഒരു റൈറ്റിൽ കാണുന്ന സംഭവമാണ് ട്രാൻസിസ്റ്റർ. പലതരം ട്രാൻസിസ്റ്റർ ഉണ്ട് കേട്ടോ, പലതരം ട്രാൻസിസ്റ്ററിൻ്റെ പിക്ചറാണിത്. കോമ്പൗണ്ട് ട്രാൻസിസ്റ്റർ, അങ്ങനത്തെ പല ട്രാൻസിസ്റ്ററിൻ്റെ പിക്കാണ് കാണുന്നത്. ഈ ഒരു സെക്കൻഡ് ജനറേഷൻസിലാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് വരുന്നത്. പ്രൈമറി സ്റ്റോറേജായും സെക്കൻഡറി സ്റ്റോറേജുമായ മാഗ്നറ്റിക് കോർ മെമ്മറിയും മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറിയും ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. പിന്നീട് ക്രിപ്റ്റിക് ബൈനറി ലാംഗ്വേജസിൽ നിന്നും സിംബോളിക്കായ അസംബ്ലി ലാംഗ്വേജസിലേക്കുള്ള മാറ്റം ഈ ഒരു ജനറേഷനിൽ ഉണ്ടായത്. ഫോർട്രാനും കോബോളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. IBM 14601 IBM 1620 ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റായ അല്ലെങ്കിൽ പോപ്പുലറായ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ജനറേഷനിലേക്ക് വരികയാണ്. തേർഡ് ജനറേഷൻസിൽ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് മാറി. എന്തായി? IC എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ സിലിക്കോൺ എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് അറിയാം. ഈ സിലിക്കോൺ എന്ന് പറയുന്ന എലിമെൻ്റാണ് ICക്ക് കാരണമായ ICയുടെ രൂപാന്തരപ്പെടലിന് കാരണമായത്. ഓക്കെ, ICs or silicon chips that contained miniaturized transistors were developed by Jack Kilby. ഓക്കെ, IC നമ്മൾ കാണുന്ന ട്രാൻസിസ്റ്റർ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതൽ വളരെ വലിയ ഡ്രാസ്റ്റിക്കായ മാറ്റങ്ങളുണ്ടായി. അതായത് ആദ്യം നമ്മൾ വാക്വം ട്യൂബ് വന്നു. വാക്വം ട്യൂബിന് ശേഷം ട്രാൻസിസ്റ്റർ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പിന്നീട് IC വന്നപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടി മാറ്റങ്ങളുണ്ടായത്. അതായത് റെഡ്യൂസ് സൈസ്,
ഇൻക്രീസ് സ്പീഡ്, എഫിഷ്യൻസി ഓഫ് കമ്പ്യൂട്ടർ എല്ലാം കൂടി. എഫിഷ്യൻസി കൂടി, സൈസ് കുറഞ്ഞു, സ്പീഡ് കൂടി, ഫാസ്റ്റായി. അതായത് മൾട്ടി ലെയേർഡ് പ്രിൻറ്റഡ് സർക്യൂട്ട്സ് വെർ ഡെവലപ്ഡ് ആൻഡ് കോർ മെമ്മറി വാസ് റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ സോളിഡ് സ്റ്റേറ്റ് മെമ്മറീസ് വിത്ത് ലാർജ് കപ്പാസിറ്റി. അതായത് സ്പീഡൊക്കെ കൂടി വളരെ ഫാസ്റ്റായി. ഓക്കെ, നിങ്ങൾക്കത് കണ്ടോ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഒരു പിക്ക് കാണാം. നിങ്ങൾക്കത് ഷോപ്പിലൊക്കെ വാങ്ങി കിട്ടും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടൊക്കെ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ പ്രോസസ്സിംഗ് സ്പീഡായിരുന്നു. നേരത്തെ ഇപ്പോൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നവരോ വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യുന്നതിന് എത്രയോ മടങ്ങ് പ്രോസസ്സിംഗ് സ്പീഡായിരുന്നു ഐസിക്ക് ഉണ്ടായിരുന്നത്. കൺസ്യൂംഡ് ലെസ് പവർ, ലെസ് കോസ്റ്റ്ലി ആയിരുന്നു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് വന്നതോടെ എന്ത് ചെയ്യും, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനൊക്കെ വളരെ മാറ്റം ഉണ്ടായി. ഓക്കെ, നമുക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ മാറി. അപ്പോൾ പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് വെർ പെർഫോംഡ് ഓൺ മൈക്രോ സെക്കൻഡ്സ് ഓർ ഈവൻ നാനോ സെക്കൻഡ്സ്. ഒരു 2+3 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊടുത്താൽ അതൊക്കെ നാനോ സെക്കൻഡ്സിലും ആൻസർ കിട്ടുന്ന തരത്തിലായി. ബേസിക് എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഈ ഒരു ടൈമിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാസ് ഓഡിയൻസിന് കമ്പ്യൂട്ടേഴ്സ് കിട്ടിയ ഒരു പീരീഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് ജനറേഷൻസ്. സം കമ്പ്യൂട്ടേഴ്സ് ഇൻ ദീസ് ജനറേഷൻസ് വെർ IBM 360 ആൻഡ് IBM 370. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിന്ന് കാണുന്ന കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നിരിക്കുന്നത്. 1971 ഓൺവേർഡ്സ്, 1971 മുതൽ ഉണ്ടായ കമ്പ്യൂട്ടേഴ്സൊക്കെ ഫോർത്ത് ജനറേഷനിലാണ് വരുന്നത്. ഇതിലുള്ള ഒരു ടെക്നോളജി മാറ്റം എന്ന് പറയുന്നത് IC മാറി മൈക്രോ പ്രോസസ്സറായി. The computer that we use today belong to this generation. These computers use microprocessors and are called microcomputers. Microprocessor is a single chip which contains large scale of integration of electronic components like transistors, capacitors and resistors. അതായത് നിങ്ങൾക്ക് ആ മൈക്രോ പ്രോസസ്സർ കണ്ടാൽ മനസ്സിലാവും, അത് ഒരു ലാർജ് ഇൻ്റഗ്രേഷനാണ്. അതായത് ട്രാൻസിസ്റ്ററിൻ്റെയും കപ്പാസിറ്റേഴ്സും റെസിസ്റ്ററും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കാണാം. Due to the development of microprocessor, it is possible to place computers central processing unit on a single chip. അതായത് നിങ്ങൾ CPU കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ചെറിയൊരു സ്ക്വയറാണ് ശരിക്കും അത് പറഞ്ഞാൽ. ഒരു ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 5 to 6 സെൻറ്റിമീറ്റർ സ്ക്വയർ പോലെയാണ് ഒരു CPU കണ്ടാൽ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുക, പ്രോസസ്സർ കണ്ടാൽ മനസ്സിലാവുക. ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ മോർ ഡാറ്റ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ദാൻ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. പിന്നീട് LSI ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ മാറി വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനായി. പല ഇലക്ട്രോണിക് കോമ്പണൻസും ഈ മൈക്രോ പ്രോസസ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. സ്മോളർ ഇൻ സൈസായി, ഹാവ് ഫാസ്റ്റർ ആക്സസിങ് ആൻഡ് പ്രോസസ്സിംഗ് സ്പീഡ്സ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഇത് കാണാം, പ്രോസസ്സറിൻ്റെ ഇത് കാണാം. VLSI ചിപ്പ്, ഒരു ഇൻ്റലിൻ്റെ Core i7 ചിപ്പാണത്. ഇതാണ് പ്രോസസ്സർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മൾ ഫസ്റ്റുള്ള ENIAC കണ്ടു അല്ലേ, ഒരു റൂം ഫുള്ളുണ്ട് ENIAC. ഇറ്റ് വാസ് ബൾക്കി ഇൻ സൈസ്. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടേഴ്സ് എവിടെയാണുള്ളത്? നമ്മുടെ പാം ടോപ്പിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കയ്യിൽ നമ്മുടെ മൊബൈൽ എന്ന് പറയുന്ന സംഭവമില്ല, മൊബൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം ഓരോ ടെക്നോളജീൻ്റെ വളരെ വലിയ മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഓക്കെ, ദീസ് കമ്പ്യൂട്ടേഴ്സ് വെർ ഇൻ്റർ കണക്റ്റഡ് ടു ഫോം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, ഈ ഒരു കമ്പ്യൂട്ടേഴ്സൊക്കെ നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ക്രിയേറ്റ് ചെയ്യാം. As computers become less costly and more user friendly, large number of people began to buying them for personal use. ഓക്കെ, നമ്മൾ ഇതാദ്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായ ടൈമിലും അല്ലെങ്കിൽ തേർഡ് ജനറേഷൻസിലും ഒക്കെ കമ്പ്യൂട്ടേഴ്സും അങ്ങനെ കോമൺ പീപ്പിൾസിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാർക്കും കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, എല്ലാവരും പേഴ്സണൽ യൂസിന് കമ്പ്യൂട്ടേഴ്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ജനറേഷൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എക്സ്പെൻസ് കുറയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പേസ് കുറഞ്ഞു, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പണൻസിൻ്റെ ഒക്കെ നമ്പേഴ്സ് കുറഞ്ഞു, അങ്ങനെ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ടൈമിലുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ IBM PCയും ആപ്പിളിൻ്റെയും ഒക്കെ കമ്പ്യൂട്ടേഴ്സ് വളരെ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
ജനറേഷനാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം ഇത് ഫ്യൂച്ചറാണ്, അത് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ടാണ്. ഇനി വരാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്ന ഒരു ജനറേഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ റോബോട്ടിക്സ് ആണ് പറയുമല്ലേ, റോബോട്ട്സിനെ പറ്റി പറയും അല്ലേ. ഇപ്പോൾ എന്തിനെന്നൊക്കെ സിനിമ പറയും, നിങ്ങൾക്ക് എന്തിനെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നിങ്ങൾക്ക് റോബോട്ട്സിനെ കാണാം. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണോ വരുമെന്ന് വെച്ചാൽ യെസ്, റോബോട്ടിക്സ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ അത് മാത്രമാണോ? അല്ല, ഒരുപാട് ഫീൽഡുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് പല ഫീച്ചേഴ്സ് ഉണ്ട്, യുണീക്കായ ഫീച്ചേഴ്സ് ഉണ്ട്, മറ്റ് ലിവിങ് ബീങ്സിനില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും, നമുക്ക് ഓടാൻ സാധിക്കും, നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, അങ്ങനെ പല പല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മെഷീൻസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് മറ്റൊരാൾ പറയുന്ന മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് അങ്ങോട്ട് പറയാൻ സാധിക്കും. ആ ഒരു കോൺസെപ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ആഡ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത് സ്പീച്ച് റെക്കഗ്നീഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ സ്പീച്ച് റെക്കഗ്നീഷൻ ആപ്പുകളുണ്ട്. ഇപ്പോൾ ഹേ ഗൂഗിൾ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് വരുന്നില്ല. ഓക്കെ, അലക്സയൊക്കെ നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അലക്സയൊക്കെ കോർട്ടാന, അലക്സ, അതൊക്കെ സ്പീച്ച് റെക്കഗ്നീഷൻ്റെ എക്സാമ്പിൾസാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ റീജിയണൽ ലാംഗ്വേജസ് നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് നമ്മളിപ്പോൾ സാ എന്ന് എഴുതിയാൽ അതിൻ്റെ അകത്ത് സാ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ടല്ലേ, അതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫീൽഡായിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ റോബോട്ടിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ റോബോട്ടിക്സ്, ഇപ്പോൾ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഒരു മെഷീനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഫീൽഡ് വരുന്നത്. പിന്നെ ഇമേജ് പ്രോസസ്സിങ്. ഇപ്പോൾ ഒരു ഇമേജ് തന്നു, അപ്പോൾ ആ ഇമേജ് തന്നിൽ അത് അവിടെ എന്തൊക്കെയുണ്ട്, ഒരു മരമുണ്ട്, ഒരു പക്ഷിയുണ്ട് എന്നൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു, അങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നു. അതിനാണ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫീൽഡാണ്. ഓക്കെ, AI is the ability to stimulate human intelligence. Such intelligent systems are still in the development stage, though there are some applications such as speech recognition, face recognition and robotic vision and the movement that are already available. ഓക്കെ, ഈ ഒരു ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് AI എന്ന് പറയും. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. അതായത് ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാം AI ബേസ്ഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് AI എന്ന് പറയുന്നത്. AI ഈസ് ദ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കൺസേൺഡ് വിത്ത് ഡെവലപ്പിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഫോർ സോൾവിംഗ് കോംപ്ലക്സ് പ്രോബ്ലംസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് ദാറ്റ് ആർ അനലോഗ്സ് ടു ഹ്യൂമൻ റീസണിങ് പ്രോസസ്സ്. അതായത് നമ്മൾ ഇപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്ക് മെഷീൻസിനെ ചിന്തിപ്പിക്കാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സാൻഡ് ബോട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഇന്ത്യയിലുള്ള ഒരു പ്രശസ്തമായ, ഏഷ്യയിലുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു റോബോട്ടാണ് സാൻഡ് ബോട്ടൊക്കെ. അതായത് ഹ്യൂമനുമായിട്ട് അത്രക്കും എന്താ പറയണ്ടേ ഒരു സാമ്യത തോന്നിയ റോബോട്ടാണ് സാൻഡ് ബോട്ടൊക്കെ. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ചില പ്രോഗ്രാംസൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ സാൻഡ് ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ AIക്ക് ഈ ഒരു കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ 2 മോസ്റ്റ് കോമൺ AI പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ലിസ്പ് ആൻഡ് പ്രൊലോഗ്. ഈ ലിസ്പും പ്രൊലോഗും വെച്ചിട്ടാണ് നമ്മൾ AIൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. ദ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാസ് also aim at developing computing machines that respond to natural language input and are capable of learning and self-organization. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മൂർസ് ലോ ആണ്. ഈ മൂർസ് ലോ എന്ന് പറയുന്നത് ഗോർഡോൺ മൂർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഡബിൾസ് അപ്രോക്സിമേറ്റ്ലി എവറി 2 years. ഇത് ഏതൊരു ഇയറിൽ മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ്. is not considered as a physical or natural law.
ഓക്കെ, ഇനി പ്രൊസസ്സർ ട്രാൻസിസ്റ്റേഴ്സ് കൗണ്ട് ഇവിടെ കാണാം. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇതുവരെയുള്ള ജനറേഷൻസിൻ്റെ ഒരു കമ്പാരിറ്റീവായ സ്റ്റഡിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടേബിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജനറേഷൻ ഫുള്ള് പഠിക്കാൻ പറ്റും. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവായി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി വാക്വം ട്യൂബാണ്. പിന്നീട് ട്രാൻസിസ്റ്ററായി വന്നു, പിന്നീട് IC വന്നു, പിന്നീട് മൈക്രോ പ്രോസസ്സറായി വന്നു, പിന്നീട് ഫിഫ്ത്ത് ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ആയി വന്നു. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തേർഡ് ജനറേഷൻ മുതലാണ്. ബട്ട് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷനിലെ മെഷീൻ ലാംഗ്വേജാണ്, സെക്കൻഡ് ജനറേഷനിൽ അസംബ്ലി ലാംഗ്വേജാണ്, തേർഡ് ജനറേഷനിൽ ഹൈ ലെവൽ ലാംഗ്വേജാണ്, ഫോർത്തും ഫിഫ്ത്തും ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, പീരീഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പീരീഡ് അപ്പോൾ ഫസ്റ്റ് ജനറേഷനാണ് 1940 to 1956, ഫോർത്ത് ജനറേഷനാണ് 1971 to പ്രസൻറ്റ്. ഓക്കെ, ഫിഫ്ത്ത് എന്നാണ് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്, അതായത് ഇപ്പോൾ ഉള്ളതും ഇനി വരാനുള്ളതും. ഓക്കെ, ഓക്കെ, താങ്ക് യു.